ആംബിയർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വണ്ടിയായ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വിലയിലാണ് വണ്ടി വരുന്നത്. കാരണം തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഇൻട്രോഡക്ടറി പ്രൈസ് എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് തീർച്ചയായിട്ടും കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം വേറെ ഒന്നുമില്ല, പ്രൈസ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സസിൻ്റെ ഡിമാൻഡ് എന്തായാലും കുറയും. കാരണം വേറെ പ്രീമിയം സെഗ്മെൻറ്റിലെ വണ്ടികൾ ഈ വിലയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും സെയിൽസിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആംബിയറിൻ്റെ വണ്ടിയിൽ ഒന്നിൽ 5ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 6ാം സ്ഥാനത്തോ കണ്ടിന്യൂസ് നിൽക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥാനം നിൽക്കണമെങ്കിൽ അവർക്ക് 2 ഓപ്ഷൻസാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് നല്ല ക്വാളിറ്റി പ്രീമിയം വണ്ടി ഇറക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക, അതായത് എക്സിസ്റ്റിംഗ് വണ്ടിയുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംബിയർ ചെയ്തിരിക്കുന്നത് 2ാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് വണ്ടികളുടെ എല്ലാത്തിനും റേറ്റ് കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആംബിയർ നെക്സസിൻ്റെ ലേറ്റസ്റ്റ് വണ്ടിയെക്കുറിച്ച്, അതായത് 2 വേരിയൻ്റിലാണ് വണ്ടി വരുന്നത്, EXഉം STയും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി. അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതിയേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കഴിഞ്ഞ് നമുക്ക് നേരെ വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ട പോലെ ആംബിയറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രൈസ് റിവിഷൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആംബിയറിന് ആക്ച്വലി 3 വണ്ടികളാണ് ഉള്ളത്. ആദ്യത്തെ വണ്ടി വന്നിട്ട് റിയോ, പിന്നെ മാഗ്നസ്, പിന്നെ നെക്സസ്. അങ്ങനെ 3 വണ്ടികളാണ് ഉള്ളത്. അതിൽ നെക്സസ് വന്നിട്ട് 2 സബ് വേരിയൻസ് ഉണ്ട്, അതുപോലെ മാഗ്നസിന് 2 സബ് വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയൻസിനെല്ലാം ലേറ്റസ്റ്റ് പ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ആംബിയറിന് ഏറ്റവും ബേസ് വേരിയൻ്റ് റിയോ LI+ എന്നുള്ള വേരിയൻ്റ് ആണ്. ഇത് ആക്ച്വലി സ്ലോ സ്പീഡ് വേരിയൻ്റ് ആണ്. 25 km/h ആണ് ടോപ്പ് സ്പീഡ്. നമുക്ക് 70 km IDC റേഞ്ച് പറയുന്നത്. ഇതിൻ്റെ എക്സിസ്റ്റിംഗ് വില എന്ന് പറയുന്നത് 69,900 രൂപയായിരുന്നു. അതിപ്പോൾ അവർ റെഡ്യൂസ് ചെയ്തിട്ട് 59,900 രൂപ, അതായത് 10,000 രൂപ ഫ്ലാറ്റ് ഓഫിലാണ് എക്സ്ഷോറൂം വിലയ്ക്ക് വണ്ടി വിൽക്കുന്നത്. അടുത്ത വേരിയൻ്റ് വന്നിട്ട് ആംബിയറിൻ്റെ മാഗ്നസ് എന്നുള്ള വേരിയൻ്റ് ആണ്. ഇപ്പോൾ ആക്ച്വലി വണ്ടി വിൽക്കുന്നത് 2 വേരിയൻ്റ് ഓപ്ഷൻസിലാണ്. ആദ്യത്തെ വന്നിട്ട് EXഉം രണ്ടാമത് LT. ഇത് ആക്ച്വലി 50 km/h ടോപ്പ് സ്പീഡുള്ള വണ്ടിയാണ്. 100 km IDC റേഞ്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മാഗ്നസിൻ്റെ EX എന്നുള്ള വേരിയൻറ്റിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് വില വന്നിട്ട് 1,04,900 രൂപ ആയിരുന്നു. അതിപ്പം റെഡ്യൂസ് ചെയ്തിട്ട് 94,900 രൂപയ്ക്കാണ് വണ്ടി വിൽക്കുന്നത്. അടുത്ത മാഗ്നസിൻ്റെ LT എന്നുള്ള വേരിയൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ വില വന്നിട്ട് 93,900 രൂപയായിരുന്നു. അത് റേറ്റ് കുറച്ചിട്ട് 84,900 രൂപയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എക്സ്ഷോറൂം വില. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ എല്ലാ വണ്ടിയുടെ റേറ്റ് വന്നിട്ട് 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത മാസം സെയിൽസ് റിപ്പോർട്ടിൽ അവർക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് റിപ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് വന്നേ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ്. ചാനൽ എന്തായാലും വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടി അല്ലാതെ ആംബിയർ ആക്ച്വലി ഒരു വണ്ടിയും കൂടെ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയ നെക്സസ് എന്നുള്ള വേരിയൻ്റ് ആണ്. ഇത് ആക്ച്വലി വരുന്നത് 2 വേരിയൻ്റ് ഓപ്ഷൻസിലാണ്, EXഉം STയും. ഇപ്പോൾ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സസ് EXൻ്റെ റേറ്റ് വന്നിട്ട് 1,09,000 രൂപയാണ് എക്സ്ഷോറൂം വില. അതുപോലെ നമ്മൾ നെക്സസിൻ്റെ ST എന്നുള്ള വേരിയൻ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 1,19,000 രൂപയാണ് എക്സ്ഷോറൂം വില. അപ്പോൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതിയേ. അതിൽ വേറെ കാര്യമുള്ളത് ആക്ച്വലി ഇതൊരു ഹൈ പെർഫോമൻസ് വണ്ടി തന്നെയാണ്. 3 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 93 km/h ആണ് ടോപ്പ് സ്പീഡ്. 136 km IDC റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. അത് ആക്ച്വലി പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഒരു വണ്ടിയായിട്ടാണ് നെക്സസ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ റീസെൻ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വിത്തിൻ ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം അറിയാൻ പറ്റുമേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ആ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.